അവർക്ക് പറ്റുന്ന ആളുകൾക്ക് പരിചരണം നടത്താൻ അതീവ സ്വകാര്യമായി സ്ത്രീകളെ കൊണ്ടുപോകാറുണ്ട്. ആ വിധത്തിൽ റസൂലുള്ളാഹിന്റെ കൂടെ പോയ മകളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ഇന്ന് ചില പൊട്ടാസ സംഘടനകൾ, തീവ്രവാദ സംഘടനകൾ ഇത്തരം ഉദാഹരണങ്ങൾ പിടിച്ച് പെണ്ണിനെ തെരുവിലിറക്കുകയും പെണ്ണിനെ കൊണ്ട് പരേഡ് നടത്തുകയും ഒക്കെ നടത്തുന്നുണ്ട്. ഇസ്ലാമിൽ ഒരു തെളിവും അതിനില്ല. പെണ്ണ് കവലയിൽ ഇറങ്ങി മുദ്രാവാക്യം വിളിക്കേണ്ടവളല്ല. പെണ്ണ് തെരുവിൽ ഇറങ്ങിയിട്ട് സമരം നടത്തേണ്ടവളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹാ എത്ര ദിഷണയുള്ള പെണ്ണാണ്. 2000 ചില്ലാനം ഹദീസ് നിവേദനം ചെയ്ത മഹദിയാണ്. 4 ഖലീഫമാരും ആയിഷ ബീവിയുടെ അടുക്കൽ വന്നിട്ട് സംശയ നിവാരണം നടത്തിയിട്ടുണ്ട്. 4 ഖലീഫമാരുടെയും കാലശേഷമാണ് വഫാത്തായത്. എന്നാൽ ആദ്യത്തെ ഖലീഫയായിട്ട് എന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരൊറ്റയാളും എതിർക്കുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയെ ഖലീഫയാക്കിയോ, ഒരു ഗവർണറാക്കിയോ, ഏതെങ്കിലും ഒരു പ്രവിശ്യയുടെ ഉത്തരവാദിത്വം കൊടുത്തോ, ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി കൊടുത്തോ, ഒരൊറ്റ ജോലിയും ആയിഷ ബീവിക്ക് കൊടുത്തിട്ടില്ല. ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ല, വിവരമില്ലാത്തത് കൊണ്ടല്ല, കാര്യശേഷിയില്ലാത്തത് കൊണ്ടല്ല, ഇസ്ലാം പഠിപ്പിക്കുന്ന പെണ്ണിന്റെ റോൾ അവിടെ അല്ലാത്തത് കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെരുവിലേക്കും അമരത്തേക്കും കൊണ്ടുവരാതിരുന്നത്. ഏത് ന്യായത്തിന്റെ പേരിലാണെങ്കിലും ദീനിനെതിരെയുള്ള അവരോധനങ്ങൾ മുഴുവനും അപകടമേ ഉണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ട് വരൂ ഇലാ ഹയാതി വജനാബി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. സംവരണത്തിന്റെ ഇടവഴികളിലൂടെ ആധുനിക തലമുറയിലെ മുസ്ലിം യുവതികൾ തെരുവിലേക്ക് ചാടിയിറങ്ങുമ്പോ മോളെ, നിന്റെ റോൾ മോഡൽ ഏതെങ്കിലും ഒരു പാശ്ചാത്യൻ പാർലമെന്റിലെ പെണ്ണല്ല, ലോകാധികാരിയായ അല്ലാഹുവിന്റെ പുണ്യപ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരാണ്. ആയിഷ ബീവിയല്ലേ നമ്മുടെ മാതൃക. പക്ഷേ നമ്മൾ മറന്നുപോയി. കാരണം എന്തേ? ഭൗതികമായ സുഖം മുമ്പിലേക്ക് വരുമ്പോ ആത്മീയതയെ ഹംസിക്കുന്നവർക്ക് ആത്മാവിന്റെ ഭാഷയറിയില്ല, കടന്നു പോകാനുള്ള നേരമില്ല. ഫാത്തിമ ആയിഷ റളിയല്ലാഹു അൻഹ അധികാരിയായില്ല. എന്നാ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹ എവിടെങ്കിലും ഒരു പ്രവിശ്യയുടെ ഗവർണറായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് അംബാസഡറായി അയച്ചിട്ടുണ്ടോ? അതിന് പറ്റാത്ത മോളായതുകൊണ്ടാണോ? നല്ല സുന്ദരിയാണ്, സുശീലയാണ്, വിവരമുള്ളവരാണ്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിത രീതികൾ മുഴുവനും അറിയുന്ന ഭവതിയാണ്. പക്ഷേ ഇസ്ലാമിന്റെ നിയമം പഠിപ്പിക്കാൻ വന്ന നേതാവ്, അല്ലാഹുവിന്റെ ദീന് പഠിപ്പിക്കാൻ വന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തില്ല. അതുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ പാർലമെന്റിൽ പെണ്ണിന്റെ സ്വരം കേട്ടില്ല. അതുകൊണ്ട് അമേരിക്ക പോലും മാതൃകയായി സ്വീകരിച്ച മാനിഫെസ്റ്റോ എഴുതിയ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പാർലമെന്റിലോ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോ കിളിസ്വരം ഉയർന്നില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ പെണ്ണിനെ കയ്യിൽ പിടിച്ചിട്ട് പാർലമെന്റിലേക്ക് പോയില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഭാര്യയെ കൂടെ പിടിച്ചിട്ട് അധികാരത്തിന് പോയില്ല. അതാണ് ഇസ്ലാമിന്റെ വ്യവസ്ഥിതി. ആധുനിക ലോകത്ത് ഇതൊന്നും പറഞ്ഞാൽ നടപ്പില്ല മുസ്ലിയാരെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മോനെ. നിയമം എത്ര തീച്ചൂളയിലും പറയേണ്ടതാണ്. പെണ്ണ് അധികാരത്തിലേറിയത് മുതൽ ഒരുപാട് വേദന ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സംവരണം കൊണ്ട് ഇവിടെ പെണ്ണുങ്ങൾക്ക് രക്ഷ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ചില പ്ലാസ്റ്റിക് ഇസ്ലാമിക് സംഘടനകൾ പാശ്ചാത്യന്റെ താല്പര്യങ്ങളെ പുലർത്തിക്കൊടുക്കാൻ പെണ്ണ് കൂടുണ്ടെങ്കിലേ എല്ലാം നടക്കൂ എന്ന മുദ്രാവാക്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഹബീബ് അത് പഠിപ്പിച്ചിട്ടില്ല.